ഞാൻ താഹ, കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പ്രാവശ്യം ഇലക്ഷനെ നേരിടുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനവും ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇലക്ഷനെ നേരിടുന്നത്. പ്രത്യേകിച്ച് തലനാട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം. കാരണം പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ ഇലക്ഷനിൽ അവതരിപ്പിച്ച പറഞ്ഞ കാര്യങ്ങൾ 95% കറക്റ്റായിട്ട് തന്നെ പറയുകയാണ്. 95% കാര്യങ്ങൾ ചെയ്ത ശേഷമാണ് വീണ്ടും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ തലനാട് നിവാസികളെ സമീപിക്കുന്നത്. കാരണം MLA മാണി സി കാപ്പൻ LDFിൻ്റെ കൂട്ടത്താണെങ്കിലും UDFിൻ്റെ കൂട്ടത്താണെങ്കിലും ഏത് സമയത്തും മുൻതൂക്കം നൽകിയ ഒരു പഞ്ചായത്താണ് തലനാട് പഞ്ചായത്ത്. ഈ പ്രാവശ്യം 100% ആരൊക്കെതിരെ നിന്നാൽ പോലും 100% വൻ ഭൂരിപക്ഷം തലനാട് കൊടുക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ ഈ തീക്കോയി തലനാട് റോഡ് എന്നുള്ളത്. ഇവിടെ തലനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു റോഡ് ഗതാഗതം. ഒരു വഴികളും നല്ല ഗതാഗത യോഗ്യമല്ലായിരുന്നു. അത് എല്ലാ ഇലക്ഷനും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയങ്ങളായിരുന്നു. ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ റോഡുകളും BMBC ടാറിങ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ചെയ്യും എന്നുള്ളത് പുള്ളിയുടെ ഒരു പ്രത്യേക നിർബന്ധ ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ തീക്കോയി തലനാട് റോഡ്, തീക്കോയി അടുക്കൻ റോഡ്, വെള്ളാനി ചാമപ്പാറ വെള്ളാനി റോഡ്, അങ്ങനെ ഏകദേശം 51 റോഡുകൾക്ക്, തലനാട് പഞ്ചായത്തിൽ 51 റോഡുകൾക്ക് പുതുജീവൻ നൽകാൻ MLAക്ക് കഴിഞ്ഞു എന്നുള്ളത് തലനാട് നിവാസികളെ സംബന്ധിച്ചോളം അഭിമാന പുരസ്കാരമാണ്. പല സ്ഥലങ്ങളിലും ഓട്ടോയോ വണ്ടിയോ കാറോ ഒന്നും എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തലനാട് നിവാസികളെ സംബന്ധിച്ച് ഒരു ആശുപത്രി കേസുകൾ വരികയാണെങ്കിൽ പോലും ഒരു ഓട്ടോ വിളിച്ചാൽ പെട്ടെന്ന് വീട്ടുമുറ്റത്ത് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് തലനാട് പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും 90% മേഖലകളിലും അത്യാവശ്യം എല്ലാ വണ്ടികളും എത്തും. എല്ലാവർക്കും ഒരു അത്യാവശ്യം ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വീട്ടിൽ വന്ന് അവർക്ക് തീർച്ചയായിട്ടും പോകാമെന്നൊരു സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. പലരോട് സംസാരിക്കുമ്പോഴും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സംസാരിക്കുമ്പോൾ അത് നമ്മുടെ MLAക്കാണ്, നമ്മുടെ MLA തീർച്ചയായിട്ടും ജയിക്കുകയുള്ളൂ എന്നുള്ള വളരെ നല്ല അനുകൂലമായ ഒരു പോസിറ്റീവായ എനർജിക്കിട്ടായ തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു മറുപടിയാണ് എല്ലാവരിൽ നിന്ന് കിട്ടുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ തികച്ചും ആത്മവിശ്വാസം. അതുപോലെ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ടുള്ള യാത്രകൾ. കാരണം എല്ലാവരുടെയും പരാതികൾ കേട്ടും എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയും ആരുടെയൊക്കെ എന്തൊക്കെ പരാതികൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടോ അതൊക്കെ പരിഹരിച്ചും മാക്സിമം ചെയ്യാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തന്നെയാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെയാണ് വിശ്വാസം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒരു മനുഷ്യനാകുമ്പോൾ അതിൻ്റേതായ പരിധികളുണ്ടല്ലോ, കുറച്ചൊക്കെ ചെയ്യാൻ പറ്റാതെ ഉണ്ടാവാം. പക്ഷേ എന്നാൽ പോലും 95% ജനങ്ങളെ കേട്ട് അവരെ മനസ്സിലാക്കി, അവരുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കി തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി അവരിലൊരാളായി നിന്നുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ സുഖ ദുഃഖങ്ങളിൽ തീർച്ചയായിട്ടും പങ്കു ചേർന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാ വീടുകളിലും സന്തോഷങ്ങളിലും തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും സന്തോഷങ്ങളിലും MLA അറിയിച്ച എല്ലാ സന്തോഷങ്ങളിലും MLA തീർച്ചയായിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ല, MLA അറിഞ്ഞ ദുഃഖങ്ങളിൽ തീർച്ചയായിട്ടും MLAക്ക് എത്താൻ കഴിയില്ലെങ്കിൽ പോലും MLAയുടെ ഭാഗമായി ഓഫീസിൽ നിന്നോ വീട്ടിൽ നിന്നോ ആരെങ്കിലും ഒരാളെത്തി തീർച്ചയായിട്ടും അതിൽ പങ്കാളിയാകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ആത്മവിശ്വാസമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തലനാട് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു MLA എന്നുള്ള രീതിക്കല്ല, തലനാട് പഞ്ചായത്തിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ തലനാട് പഞ്ചായത്തുകാരനായ ഒരു സാധാരണ പ്രവർത്തകനായ ഒരാളെ പോലെ തന്നെയാണ് MLA ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതും പോകുന്നതും. കറക്റ്റ് സമയത്ത് വരികയും കറക്റ്റ് സമയത്തിൽ കാര്യങ്ങൾ നടത്തുകയും പോവുകയും ചെയ്യുന്ന ഇത്രയും കറക്റ്റായിട്ടുള്ള ഒരാൾക്ക് ഒരു മുഷിപ്പോ ഉദ്ദേശമോ തോന്നാതെ കാര്യങ്ങൾ നടത്തുന്ന ഒരു MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അപൂർവ MLAകളിൽ ഒരാളായി മാണി സി കാപ്പൻ മാറി. ജനപിന്തുണയിലും മാണി സി കാപ്പൻ ഒന്നാമതാണ്. തീർച്ചയായിട്ടും MLAയുടെ വിജയം 100% അനിവാര്യമാണ്. തീർച്ചയായിട്ടും തലനാട് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ എല്ലാ പഞ്ചായത്തിലും കിടപിടിക്കുന്ന തരത്തിലുള്ള ഭൂരിപക്ഷം തീർച്ചയായിട്ടും തലനാട് പഞ്ചായത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വാസം. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട്. എല്ലാവരെയും കേട്ടിട്ടുണ്ട്, എല്ലാവരെയും മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണയും തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.